ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അവില് കൊണ്ടുള്ള കൊച്ചിക്കോയയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതുവരെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വെള്ള അവിലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൗൺ അവിലായാൽ കൂടുതൽ നല്ലത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കയ്യിലെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അവിലൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടത് പൂവൻ പഴമാണ്. നന്നായി പഴുത്ത പൂവൻ പഴം. ഇത് 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 പൂവൻ പഴം നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 7-8 ചെറിയ ഉള്ളി, അതിലേക്ക് കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കൈകൊണ്ട് നന്നായി ഉടച്ചെടുത്തതാണ്. അതുകൂടി ആ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ നീര്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വെല്ലം പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നോർമൽ പശുവിൻ പാലും എടുക്കാറുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അവില് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.